അങ്ങനെ ഡേ 5 ആയി ഞങ്ങളുടെ ക്യാമ്പർ വാൻ ട്രിപ്പിൻ്റെ. വി ആർ ഇൻ വങ്കനോയി നൗ. ഫക്കപ്പാപ്പയിൽ നിന്ന് ഇന്നലെ ഞങ്ങൾ വങ്കനോയിൽ എത്തിയപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഞങ്ങൾ വങ്കനോയി റിവർ ടോപ്പ് 10 ഹോളിഡേ പാർക്കിലാണ് ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുക്കിംഗ് ഒക്കെ ചെയ്തു. ഇവിടെ പവേർഡ് ക്യാമ്പ് സൈറ്റാണിത്. കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് വങ്കനോയി റിവറാണ്. വങ്കനോയി റിവർ ന്യൂസിലൻഡിലെ 3rd ലോങ്ങസ്റ്റ് റിവറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊട്ട് അരികിലാണ് ഈ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ അതിൻ്റെ റിവറിനോട് തന്നെ ചേർന്നാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത്. നല്ല മനോഹരമായൊരു മോർണിംഗ് ആയിരുന്നു. നല്ല കിളികളുടെയൊക്കെ കളകളാരവമൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ രാവിലെ ചായ ഉണ്ടാക്കി, കാപ്പി ഉണ്ടാക്കി. എനിക്ക് കോഫി, ദലൂന് ചായ. അങ്ങനെ ഞങ്ങൾ കോഫിയും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞാൽ പവന്മാരും എഴുന്നേറ്റു. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് ഓവർ ചിക്കൻ കറിയും ബ്രെഡുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വങ്കനോയി ആർട്ട് ഗാലറിയുടെ മുന്നേ കൂടെ പോയി. ആർട്ട് ഗാലറി കയറിയില്ല, അതിൻ്റെ സമീപത്തോടെ പോയിട്ട് വങ്കനോയി മ്യൂസിയത്തിൽ പോയി. ഈ മ്യൂസിയം 1895 സ്ഥാപിതമായതാണ് കേട്ടോ. അപ്പോൾ 100 വർഷത്തിലേറെ പഴക്കമുള്ള മ്യൂസിയമാണ്. പക്ഷേ ഈ 100 വർഷത്തിൽ ഇടയിൽ ഒരുപാട് തവണ ബിൽഡിങ്ങൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് ഒറിജിനലി ഫൗണ്ടഡ് ഇൻ 1895. നല്ലൊരു മ്യൂസിയമാണ്. ന്യൂസിലൻഡിലെ മാവോറി യൂറോപ്യൻ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ഒരുപാട് വിവരങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു മ്യൂസിയമാണ്. ഇത് കിഡ്സ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് മ്യൂസിയത്തിൽ നടന്ന് തളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ അതെ, അവിടെ ഒരു പൊയ് ഡാൻസ്, ഒരു മാവോറിയിൽ ലേഡീസൊക്കെ കളിക്കുന്ന, സ്ത്രീകൾ കളിക്കുന്ന ഒരു ഡാൻസാണ് പൊയ് ഡാൻസ്. ഇങ്ങനെ ഉണ്ട ബോൾ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ കുറച്ച് നേരമൊക്കെ ചെയ്ത് നോക്കി. ഇതൊരു എസ്തർമ്മ മാർത്തിക്ക് ഭയങ്കര ഇഷ്ടമായതാട്ടോ. ഒരു ഡോൾ ഹൗസാണ്. വലിയൊരു, അതായത് ഒരു റിയലായിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ, ഒരു വീടിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ഡോൾ ഹൗസ്. അപ്പോൾ അതൊക്കെ അവർ കണ്ടു. അത് മാർത്തിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമായി. വങ്കനോയിലെ മ്യൂസിയത്തിലൊക്കെ പോയി തിരിച്ച് ക്യാമ്പർ വാനിൽ കയറി. ഇനി ഞങ്ങൾ ഹൗറയിലേക്ക് പോവാണ്. അവിടേക്ക് പോവാണ്. പക്ഷെ വണ്ടി എടുത്ത് കഴിയുമ്പോൾ പറ്റില്ല, സ്റ്റാൻഡിലല്ല. പക്ഷെ അവിടെ ഗ്ലാസ്സിൽ വെക്കുന്നതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ വങ്കനോയിയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഹൗറ ലക്ഷ്യമാക്കി യാത്രയായി. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് വങ്കനോയിൽ നിന്ന് ഹൗറയിലേക്ക്. അങ്ങനെ ഹൗറ എത്തി. ഇവിടെ ഞങ്ങൾക്കൊരു വീട് കൂടി ഉണ്ട്, അവർ സെക്കൻഡ് ഹോം. ഇതാണ് ആ വീട്. വീട്ടിലിപ്പോൾ കയറുന്നില്ല, കാരണം അവിടെ വാടകക്കാരുണ്ട്. അപ്പോൾ ആ വാടകക്കാർ ഇന്ന് ഒഴിയുവാണ്. ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഒഴിയുവാണ്. അപ്പോൾ നാളെ ഞങ്ങൾ ഹൗറ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ അതിൽ കാണിക്കാം. ഇപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൗറയിലുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി, നാൻ, ലാമ്പ് കറിയൊക്കെ നല്ലോണം കഴിച്ചു. റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിലത്തേക്കുള്ള കുറച്ച് ഭക്ഷണം രാത്രിയിലത്തേക്ക് മേടിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ഈ ഹൗറ എന്ന് പറയുന്നത് ന്യൂ പ്ലിമത്തിനടുത്തായിട്ടാണ്. ന്യൂ പ്ലിമത്തിൽ ഒരു മനോഹരമായ ഒരു ആളുണ്ട്. ആരാണ്? നമ്മുടെ മൗണ്ട് തരാനാക്കി. ഒരു സ്നോയി വോൾക്കാനിക് മൗണ്ടൻ ആണ്. ബട്ട് ഡോർമെൻറ്റ് വോൾക്കാനിക് മൗണ്ടൻ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വോൾക്കാനിക് ആക്റ്റീവ് അല്ല. മൗണ്ട് റുഹപെഹു അതേസമയം വോൾക്കാനിക് ആക്റ്റീവ് ആണ്. പക്ഷേ മൗണ്ട് തരാനാക്കി ആക്റ്റീവ് അല്ല. പണ്ട് അത് ഒരു വോൾക്കാനിക് മൗണ്ടൻ ആയിരുന്നു. ഇപ്പോൾ എല്ലാം എന്താ പറയുക, ഭയങ്കര ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ലൗഡിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൗണ്ടൻ്റെ വ്യൂ കിട്ടിയില്ല. പക്ഷേ നാളെ മൗണ്ടൻ്റെ വ്യൂ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം മൗണ്ടൻ്റെ സമീപത്ത് ക്ലൈമറ്റ് പെട്ടെന്ന് മാറി മറിയാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മൗണ്ടൻ്റെ വ്യൂ കിട്ടുമെന്ന ശുഭപ്രതീക്ഷയോടെ മൗണ്ടൻ്റെ താഴ്വാരത്ത് ഞങ്ങളിന്ന് ക്യാമ്പ് ചെയ്യുവാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു റീതിങ്കിങ് വന്നു. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ക്യാമ്പർ വാൻ കിടന്നിങ്ങനെ ആടുന്ന അത്രയും ഹെവി കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ട് താഴ്വാരത്ത് ക്യാമ്പ് ചെയ്യണ്ടെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ കുറച്ചും കൂടി മാറി, വേറൊരു കുറച്ച് ദൂരം മാറി. എന്നാൽ ഈ മൗണ്ട് തരാനാക്കിയുടെ താഴ്വാരത്തുള്ള എഗ്മണ്ട് നാഷണൽ പാർക്കിൽ തന്നെയുള്ള വേറൊരു ക്യാമ്പ് സൈറ്റിലാണ്. ക്യാമ്പ് സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ പാർക്കിംഗ് സ്പേസ്. അവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാം. പവേർഡ് ക്യാമ്പ് സൈറ്റ് അല്ല. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്തപ്പോൾ വേറൊരു ക്യാമ്പർ വാനും അവിടെ തന്നെ പാർക്ക് ചെയ്തു.
അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് കഴിച്ചു കൂട്ടാൻ പോകുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ട്. ഉച്ചക്കാലത്തെ ഞങ്ങൾ ടേക്ക് അവേ മേടിച്ചിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ വൈകുന്നേരം ചായ കുടിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നിങ്ങനെ ചില്ലായിട്ടിരിക്കാൻ പോവാണ്. പുറത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്ന് സിനിമ കാണാൻ തുടങ്ങി. TV ഇങ്ങോട്ടേക്കും റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ Day 5 ഇവിടെ തീരുവാണ്. Day 6 വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്